ഹായ്, ഏവർക്കും ആൽബിൻസ് മാത്തമെറ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തത്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ചില ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ ചില ഫംഗ്ഷൻസിൻ്റെ കണ്ടിന്യൂറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ ഇന്നത്തതും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകുള്ള കണ്ടീഷൻ എന്താണ്? A function f is said to be continuous at x equal to a if എന്താണ് limit extending to a f of x equal to f of a. ആ കണ്ടീഷൻ നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്? A function f is said to be continuous if it is continuous at every point in its domain. ശരിയല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് ഭംഗിയായിട്ട് അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് വീണ്ടും ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നു. എഴുതിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 1. ഫൈൻഡ് all points of discontinuity of f of x equal to x by mod x when x less than 0 minus 1 when x greater than or equal to 0. ഈ ഫംഗ്ഷന്റെ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് കാണണം. അതായത് ഈ ഫംഗ്ഷന്റെ എന്ത് ചെക്ക് ചെയ്യണം? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അത് തന്നെയാണ് വേറൊരു ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലംസ് ചെയ്തു. പക്ഷെ ഇവിടെ ആ ഫംഗ്ഷൻ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ എക്സ് ബൈ മോഡ് എക്സ്, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ -1. ഈ ഫംഗ്ഷനെ ഞാൻ കുറച്ചുകൂടെ നിങ്ങൾക്ക് പരിചയമുള്ള ടേമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എക്സ് ബൈ മോഡ് എക്സ്. നിങ്ങൾക്കറിയാം എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -x. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മോഡ് എക്സിന്റെ ഡെഫിനിഷൻ. എക്സ് വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, -x വെൻ എക്സ് ലെസ് ദാൻ 0. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സോ വെൻ എക്സ് ലെസ് ദാൻ 0 മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? -x. അപ്പോൾ ഇവിടെ മോഡ് എക്സിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? എനിക്ക് -x. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ബൈ -x. ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? -1 വെൻ എക്സ് ലെസ് ദാൻ 0. രണ്ടാമത്തെ അതുപോലെ -1 വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഞാൻ എന്താണ് ചെയ്തതെന്ന് പിടിയിട്ടായിരുന്നോ? എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സിന്റെ വാല്യൂ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് -x. ഇവിടെ -x കൊടുത്തു. എക്സ് ബൈ -x എന്താണ്? -1 എഴുതി. എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ -1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ -1. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കുന്നത്? എഫ് ഓഫ് എക്സ് -1 വെൻ എക്സ് ലെസ് ദാൻ 0 ആയാലും -1, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയാലും -1. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 വെൻ എക്സ് എലമെന്റ് ഓഫ് ആർ. ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? -1. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. Every constant function is continuous. Therefore, f of x is continuous everywhere. f of x is എന്താണ്? A continuous function. എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന് എന്തില്ല? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ് ഇല്ല. ഒരു പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്താവുന്നില്ല? ഡിസ്കണ്ടിന്യൂസ് ആകുന്നില്ല. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ? There is no point of discontinuity. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f of x equal to mod x by x when x not equal to 0, 0 if x equal to 0. ഈ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റുകളിലാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്? ഇതാണ് കാണേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ആ ഫംഗ്ഷൻ കാണുമ്പോഴേ നമുക്കറിയാം നമ്മളിത് പരിചയമുള്ള ഒരാളാണ്. ആരാണ്? ദിസ് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിഗ്രം ഫംഗ്ഷൻ. അതിന്റെ ഡെഫിനിഷൻ വേറെ രീതിയിലാണ് കഴിഞ്ഞ വർഷം പഠിച്ചത്. എന്താണ്? മോഡ് എക്സ് ബൈ എക്സ്, എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. അതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1 വെൻ എക്സ് ലെസ് ദാൻ 0, 0 if x equal to 0, 1 if x greater than 0. സിഗ്രം ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇനി ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായോ? ഈ ഡെഫിനിഷനിൽ അല്ലേ ഇവിടെ ഈ മോഡ് എക്സിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്തതാണ്, വേറെ ഒന്നുമല്ല. അതായത് എക്സ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന് എക്സ് ലെസ് ദാൻ 0 ആകാം, അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകാം. ആദ്യം ഈ കേസിൽ എക്സ് ലെസ് ദാൻ 0 കൊടുക്കുമ്പോൾ മോഡ് എക്സ് എന്താവും? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് -x. ഇവിടെ എന്ത് വരും? -x ബൈ എക്സ് എന്താണ്? -1 കിട്ടി. അടുത്ത എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ മോഡ് എക്സ് എന്താണ്? +x. എക്സ് ബൈ എക്സ് എന്ത് കിട്ടി? 1. അങ്ങനെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ക്ലിയർലി എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ്. എന്താണ്? വെൻ
എക്സ് നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. വൈ? എന്തുകൊണ്ട്? എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? മോഡ് എക്സ് ബൈ എക്സ്. നമുക്കറിയാം മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, എക്സ് പോളിനോമിയൽ കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൈ കണ്ടിന്യൂസ് എന്ത് തന്നെയാണ്? കണ്ടിന്യൂസ് ആണ്. സോ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ്. അത് എഴുതി. അപ്പോൾ എവിടെയാണ് ഇനി ചെക്ക് ചെയ്യേണ്ടത്? വെൻ എക്സ് ഈക്വൽ ടു 0 വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി. എക്സ് 0 ആകുമ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം, കാരണം 0യിലാണ് ബ്രേക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ലിമിറ്റ് കാണണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ്. ആദ്യം എന്താണ് ഇവിടെ ഫംഗ്ഷൻ ഈ ടേം ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്. 0യിൽ ബ്രേക്ക് ചെയ്യുന്നു, അറിയാം നിങ്ങൾക്ക്. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ്. ലെഫ്റ്റ് 0യുടെ ലെഫ്റ്റിൽ വരുന്നത്, അതായത് ലെസ് ദാൻ 0 വരുമ്പോൾ വാല്യൂ എന്താണ്? -1. കോൺസ്റ്റന്റ് ആണെങ്കിൽ കോൺസ്റ്റന്റ് തന്നെയാണ് ലിമിറ്റിംഗ് വാല്യൂ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 റൈറ്റ് ലിമിറ്റ് 0യേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എന്താണ്? +1 ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അത് തന്നെ കഴിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ലെഫ്റ്റ് ലിമിറ്റ് -1, റൈറ്റ് ലിമിറ്റ് +1. Left limit not equal to right limit. Therefore, limit doesn't exist at x equal to 0. Limit exist ചെയ്യുന്നില്ല. Limit doesn't exist. Therefore, this function is not continuous at x equal to 0. ഈ ഫംഗ്ഷൻ x equal to 0യിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അതായത് ഈ ഫംഗ്ഷൻ എന്തല്ല? കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ല. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റീസ്. ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഡിസ്കണ്ടിന്യൂസ് ആകുന്നുള്ളൂ. അത് ഏത് പോയിന്റ് ആണ്? എക്സ് ഈക്വൽ ടു 0. സോ അത് അവസാനം എഴുതണം. therefore എക്സ് ഈക്വൽ ടു 0 ഈസ് ദ only point of discontinuity. കാരണം എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവുന്ന ബാക്കിയുള്ള എല്ലാ കേസിലും കണ്ടിന്യൂസ് ആണ്. ഒരൊറ്റ പോയിന്റിൽ മാത്രമേ ഡിസ്കണ്ടിന്യൂസ് ആകുന്നുള്ളൂ. അത് ഏത് പോയിന്റ് ആണ്? 0. സോ എക്സ് ഈക്വൽ ടു 0 ഈസ് ദ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. Next question. Find all points of discontinuity of f of x equal to mod x plus 3 when x less than -3, minus 2x when -3 less than x less than 3, and 6x plus 2 when x greater than or equal to 3. ഈ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റുകളിലാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത്? ഇതാണ് കാണേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന് സമാനമായ ക്വസ്റ്റ്യൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ എക്സ് ലെസ് ദാൻ -3 വരുമ്പോൾ മോഡ് എക്സ് പ്ലസ് 3 ക്ലിയർലി വിച്ച് ഈസ് കണ്ടിന്യൂസ്. നമുക്കറിയാം മോഡ് എക്സ് കണ്ടിന്യൂസ് അല്ലേ. കണ്ടിന്യൂസിന്റെ കൂടെ അടുത്തെന്താണ്? 3 കോൺസ്റ്റന്റ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻ പ്ലസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് അഗൈൻ കണ്ടിന്യൂസ്. അല്ലെങ്കിലും മോഡ് എക്സ് പ്ലസ് 3യുടെ ഗ്രാഫ് മനസ്സിൽ വന്നു അല്ലേ. 3 യൂണിറ്റ് മേലോട്ട് മേറി വി ഷേപ്പ്. ക്ലിയർലി എന്താണ്? ബ്രേക്ക് ഇല്ലാതെ വരയ്ക്കാൻ പറ്റുക. സോ കണ്ടിന്യൂസ്. ഏതെങ്കിലും ഒരു ഐഡിയ മനസ്സിൽ വന്നാൽ മതി. അപ്പൊ കണ്ടിന്യൂസ് പ്ലസ് കണ്ടിന്യൂസ്. therefore ഇവിടെ എന്താണ്? എക്സ് ലെസ് ദാൻ -3 ആകുമ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ്. ക്ലിയർ. നെക്സ്റ്റ് -3ക്കും +3ക്കും ഇടയ്ക്ക് എന്താണ്? പോളിനോമിയൽ കണ്ടിന്യൂസ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആകുമ്പോൾ പോളിനോമിയൽ കണ്ടിന്യൂസ്. അപ്പൊ എവിടെ മാത്രം ഇനി ചെക്ക് ചെയ്താൽ മതി? ആ ബ്രേക്കിംഗ് പോയിന്റ് എക്സ് ഈക്വൽ ടു -3. എക്സ് -3 ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലെ. ലെസ് ദാൻ -3 ആകുമ്പോൾ ഇത്, ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ ഇത്. രണ്ട് സ്വഭാവം കാണിക്കുന്നു. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു -3. ഒരു പോയിന്റിൽ കൂടെ രണ്ട് സ്വഭാവം കാണിക്കുന്നു. എക്സ് ലെസ് ദാൻ 3 വരുമ്പോൾ -2x, ഗ്രേറ്റർ ദാൻ വരുമ്പോൾ 6x plus 2. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു -3 ആൻഡ് +3. രണ്ട് പോയിന്റുകളിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ് എക്സ് ഈക്വൽ ടു -3 ഞാൻ ചെക്ക് ചെയ്യുന്നു. അതിനുവേണ്ടി ആദ്യം എന്ത് കാണണം? ലെഫ്റ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3യുടെ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പൊ മേളിൽ മൈനസ് കൊടുക്കുക. എഫ് ഓഫ് എക്സ് equal to limit extending to -3, -3യുടെ ലെഫ്റ്റ് ലിമിറ്റ് എക്സ് ലെസ് ദാൻ -3 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? മോഡ് എക്സ് പ്ലസ് 3. പിടിയിട്ടായിരുന്നോ? -3യുടെ ലെഫ്റ്റ് ലിമിറ്റ്. അപ്പോൾ എക്സ് ലെസ് ദാൻ -3 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ദാറ്റ് ഈസ് മോഡ് എക്സ് പ്ലസ് 3. അവിടെ എന്ത് കിട്ടും? ഈക്വൽ ടു എക്സിന് -3 കൊടുക്കേണ്ടേ? കൊടുത്തു. മോഡുലസ് ഓഫ് -3 + 3. 3 + 3 എന്താണ്? 6. ലെഫ്റ്റ് ലിമിറ്റ് കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ്. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3. അതിന്റെ റൈറ്റ് ലിമിറ്റ് ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -3. എക്സ് ഗ്രേറ്റർ ദാൻ -3 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -2x ഈക്വൽ ടു എക്സിന് എന്താ കൊടുക്കേണ്ടത്? -3. -2 × -3 + 6 എന്ന് കിട്ടും.
So left limit 6, right limit 6. Therefore, what is the conclusion? Limit x tending to -3 f of x equal to x -3 പോകുമ്പോൾ ലിമിറ്റിംഗ് വാല്യൂ എന്തായിരുന്നു? ഈ കിട്ടിയ വാല്യൂ 6 എന്ന് കിട്ടി. നെക്സ്റ്റ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ എഫ് ഓഫ് എ, അതായത് എഫ് ഓഫ് -3 കാണണം. എക്സ് ഈക്വൽ ടു -3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് ഈക്വൽ ടു -3. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തപ്പോഴേ ഇവിടെ ഒരു സംഗതി ഉണ്ട്, അത് വിട്ടുപോയതാണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. സോ എക്സ് ഈക്വൽ ടു -3 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്ത് തന്നെയാണ്? വീണ്ടും ഇത് തന്നെയാണ്, അതായത് മോഡ് എക്സ് പ്ലസ് 3 which is equal to എക്സിന് എന്ത് കൊടുക്കുക? -3. മോഡ് -3 3. 3 + 3 എന്ത് കിട്ടി? 6. ഒരിക്കൽ കൂടെ പറയാം, ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊള്ളുക. എന്നാണ് എക്സ് ലെസ് ദാൻ -3 എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടി? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു -3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -3 എന്ന് കിട്ടി. Therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. നിങ്ങൾക്കറിയാം കണ്ടീഷനൊക്കെ. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു -3 കണ്ടിന്യൂസ്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 3. x equal to 3 continuity check ചെയ്യണം. For that, first of all, we have to find left limit extending to 3 minus f of x equal to limit extending to 3. 3 യുടെ ലെഫ്റ്റ് ലിമിറ്റ് 3-നേക്കാളും ചെറുത്, ലെസ് ദാൻ 3. എക്സ് ലെസ് ദാൻ 3 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ -2x ഈക്വൽ ടു എക്സിന് 3 കൊടുത്താൽ എന്ത് കിട്ടും? -6. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 plus f of x ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 3 റൈറ്റ് ലിമിറ്റ് 3-യേക്കാളും വലുത്, എക്സ് ഗ്രേറ്റർ ദാൻ 3 വരുമ്പോൾ 6x + 2 എന്ത് കിട്ടി? എക്സിന് 3 കൊടുത്താൽ 6 × 3 18 + 2 എന്ത് കിട്ടി? 20. ലെഫ്റ്റ് ലിമിറ്റ് എന്ത് കിട്ടി? -6. റൈറ്റ് ലിമിറ്റ് 20. അവ ഈക്വൽ ആണോ? അല്ല. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ് ഫോർ എക്സ് ഈക്വൽ ടു 3. Therefore ലിമിറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ്. എന്ത് എഴുതണം? ലിമിറ്റ് doesn't exist. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. Therefore f of x is discontinuous at x equal to 3. x equal to 3 ൽ എന്താണ്? x equal to +3 ൽ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണ്. x equal to 3 is the point of discontinuity. So what is the conclusion? For this function x equal to 3 is the only point of discontinuity. ബാക്കിയുള്ള എല്ലാ പോയിന്റുകളിലും ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് f of x equal to sin x by x when x less than 0, x plus 1 when x greater than or equal to 0. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ. എന്താണ്? ഈ ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റുകളിലാണ് ഡിസ്കണ്ടിന്യൂസ് ആകുന്നത് ചെക്ക് ചെയ്യണം. വി ഹാവ് അഗൈൻ എന്താണ്? എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എന്തുകൊണ്ട്? വി ഹാവ് സൈൻ എക്സ് ഈസ് കണ്ടിന്യൂസ്, എക്സ് പോളിനോമിയൽ ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ബൈ കണ്ടിന്യൂസ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ്. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴും എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ്. കാരണം എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? പോളിനോമിയൽ. സോ വെൻ എക്സ് ലെസ് ദാൻ 0, എക്സ് ഗ്രേറ്റർ ദാൻ 0, എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? കണ്ടിന്യൂസ്. അപ്പോൾ ഇനി എവിടെയാണ് പ്രശ്നം? 0 എന്ന് പറയുന്ന പോയിന്റിൽ ലെസ് ദാൻ 0 ആകുമ്പോൾ ഇതാണ് സ്വഭാവം, ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ സ്വഭാവം വേറെ. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0. നിങ്ങൾക്കറിയാം. അതിനുവേണ്ടി ആദ്യം എന്ത് കാണണം? ലിമിറ്റ് കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലേ? 0യിൽ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണണം. വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് എന്ത് കിട്ടും? പറ. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0യുടെ ലെഫ്റ്റിൽ വരുന്ന വാല്യൂ ലെസ് ദാൻ 0 വരുമ്പോൾ എന്താണ്? സൈൻ എക്സ് ബൈ എക്സ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചു. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസ് എന്താണ്? 1. സ്റ്റാൻഡേർഡ് റിസൾട്ട് അറിയണം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് റൈറ്റ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 റൈറ്റ് ലിമിറ്റ്, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1, എക്സിന് 0 കൊടുത്താൽ 0 പ്ലസ് 1 1. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റ് 1. Therefore ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ലിമിറ്റ് എന്താണ്? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് എ. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 0. വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 0 എന്ന പോയിന്റിലല്ലേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നേ. സോ വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 0 ഈക്വൽ ടു എക്സ് 0 ആകുമ്പോൾ ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്?
എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് 1, എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടി? 1 കിട്ടി. ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ. സോ എന്താണ് കൺക്ലൂഷൻ? therefore ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. ശരിയല്ലേ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0 ഈക്വൽ. therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. നേരത്തെ ലെസ് ദാൻ 0യിലും ഗ്രേറ്റർ ദാൻ 0യിലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു. അറ്റ് എക്സ് ഈക്വൽ ടു 0യിലും കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ദാറ്റ് മീൻസ് ദർ ഈസ് നോ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഒരു പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്താകുന്നില്ല? ഡിസ്കണ്ടിന്യൂസ് ആകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു sin x minus cos x when x not equal to 0 minus 1 when x equal to 0. നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ എല്ലാ പോയിന്റിലും ചെക്ക് ചെയ്യണം. ആദ്യം തന്നിട്ടുണ്ട് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇതാണ്. സൈൻ എക്സ് എന്താണ്? കണ്ടിന്യൂസ്. കോസ് എക്സ് എന്താണ്? കണ്ടിന്യൂസ്. രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡിഫറൻസും കണ്ടിന്യൂസ്. സോ ക്ലിയർലി വെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഈസ് എന്താണ്? കണ്ടിന്യൂസ്. 0 എന്ന് പറയുന്ന പോയിന്റിൽ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷൻ, ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതാണ് ഫംഗ്ഷന്റെ വാല്യൂ. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ നമുക്ക് എന്ത് ചെയ്യണം? കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ലിമിറ്റ് കാണണം. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റും കാണേണ്ട ആവശ്യമുണ്ടോ? 0 എന്ന് പറയുന്ന പോയിന്റ് ലെസ് ദാൻ ആകുമ്പോൾ വേറെ വാല്യൂ, ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ വേറെ വാല്യൂ ആണോ? അല്ല. ലെസ് ദാൻ ആയാലും ഗ്രേറ്റർ ദാൻ ആയാലും നോട്ട് ഈക്വൽ ടു എന്ന വാല്യൂ തന്നെയാണ്. ഒറ്റ വാല്യൂ ഉള്ളൂ. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ട ആവശ്യമില്ല. പിടികിട്ടി എന്ന് വിശ്വസിക്കുന്നു. സോ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് കാണാൻ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 മീൻസ് എക്സ് നോട്ട് ഈക്വൽ ടു 0. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ശരിയല്ലേ? ഇനി എക്സിന് 0 കൊടുത്തോ എന്ത് കിട്ടി? സൈൻ 0 0 മൈനസ് cos 0 1. 0 minus 1 എന്ത് കിട്ടി? -1. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എഫ് ഓഫ് 0. 0 എന്ന് പറയുന്ന പോയിന്റിലാണ് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. ലിമിറ്റ് കിട്ടി -1. നെക്സ്റ്റ് എഫ് ഓഫ് എ അതായത് എഫ് ഓഫ് 0 ഈക്വൽ ടു എക്സ് 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? -1. ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ. therefore എന്താണ് കൺക്ലൂഷൻ? ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. ലിമിറ്റും എഫ് ഓഫ് എയും ഈക്വൽ. therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. 0യിലും കണ്ടിന്യൂസ്. ആദ്യം എന്ത് പറഞ്ഞു? നോട്ട് ഈക്വൽ ടു 0യിലും കണ്ടിന്യൂസ്. therefore ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. ശരിയല്ലേ? നോട്ട് ഈക്വൽ ടു 0യിലും കണ്ടിന്യൂസ്, ഈക്വൽ ടു 0യിലും കണ്ടിന്യൂസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x ഇഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0, 0 ഇഫ് എക്സ് ഈക്വൽ ടു 0. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലത്തെ വേറൊരു ക്വസ്റ്റ്യൻ. ഇത് വളരെ രസകരമായ ഗ്രാഫൊക്കെ ഉള്ള ഒരു ഫംഗ്ഷനാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. നമുക്ക് അല്ലാതെ തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യണം. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. എക്സ് സ്ക്വയർ പോളിനോമിയലാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. സൈൻ 1/x എന്ന് പറഞ്ഞാൽ സൈൻ ഓഫ് എക്സ് തന്നെയാണ്. സൈൻ ഫംഗ്ഷൻ തന്നെയാണ് ഏത്? സൈൻ 1/x. ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് ആൾസോ കണ്ടിന്യൂസ്. Product of two continuous function is again continuous. So when x not equal to 0 f of x is എന്താണ്? ക്ലിയർലി കണ്ടിന്യൂസ് എന്ന് പറയാം. അപ്പോൾ ഇനി എവിടെയാണ് പ്രശ്നം? നോട്ട് ഈക്വൽ ടു 0 വരുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ ഇത് 0 ആകുമ്പോൾ ഇതാണ്. സോ വി ഹാവ് ടു ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി അറ്റ് എക്സ് ഈക്വൽ ടു 0. അതിനുവേണ്ടി ആദ്യം ലിമിറ്റ് കാണുക. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് 0യിലേക്ക് പോകുമ്പോൾ that means x not equal to 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ 1/x. ഇവിടെയും ലെഫ്റ്റും റൈറ്റും കാണുന്നില്ല. എന്തുകൊണ്ട്? ലെഫ്റ്റിലും റൈറ്റിലും ഒരേ വാല്യൂ ആണ് അല്ലേ? ടെൻഡിങ് ടു 0 എന്ന് പറഞ്ഞാൽ നോട്ട് ഈക്വൽ ടു 0. അതൊറ്റ ഫംഗ്ഷനായിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് കാണേണ്ട ആവശ്യം ഇല്ല. ശരി. ഈക്വൽ ടു ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ലിമിറ്റ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം എന്ന് കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ? ഓൾജിബ്ര ഓഫ് ലിമിറ്റിൽ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ ഇൻറ്റു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ എന്ത് കിട്ടും? 1/x ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 എക്സ് സ്ക്വയർ. എന്താണ്? എക്സിന് 0 കൊടുത്താൽ എന്ത് കിട്ടും? 0 ഇൻറ്റു ഇതിന്റെ വാല്യൂ എന്താണ്? ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 സൈൻ 1/x. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്തല്ല? 0 അല്ല, ടെൻഡിങ് ടു 0 ആണ്. അപ്പോൾ ഇത് എന്തല്ല? 0 അല്ല എന്നുള്ള കാര്യം ഒക്കെയാണ്.
സൈനിന്റെ വാല്യൂ എന്തിനിടയ്ക്കാണ്? -1നും +1നും ഇടയ്ക്കാണ്. സോ ഈ വാല്യൂ എന്ന് പറയുന്നത് തീർച്ചയായും എന്തായിരിക്കും? ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതായത് നോട്ട് ഡിഫൈൻഡ് ഒരിക്കലും വരത്തില്ല. 0 ഇൻറ്റു എ റിയൽ ഫൈനൈറ്റ് നമ്പർ, റിയൽ നമ്പർ 0 ഇൻറ്റു എ റിയൽ നമ്പർ. അതിന്റെ കറക്റ്റ് വാല്യൂ ഒന്നും കാണേണ്ട ആവശ്യമില്ല, കണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇതൊരിക്കലും എന്താവത്തില്ല? നോട്ട് ഡിഫൈൻഡ് ആകത്തില്ല. വിച്ച് ഈസ് എ റിയൽ നമ്പർ. 0 ഇൻറ്റു റിയൽ നമ്പർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 0. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു 0 f of x 0 എന്ന് കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് f of 0. f of 0 എന്താണ്? 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0, ലിമിറ്റും 0, ഇതും 0. therefore conclusion limit extending to 0 f of x equal to f of 0. therefore എന്താണ്? f of x is continuous at x equal to 0. x equal to 0 യിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നോട്ട് ഈക്വൽ ടു 0 യിലും കണ്ടിന്യൂസ്. hence this function is everywhere continuous everywhere എന്ന് പറയാം. there is no point of discontinuity. ശരിയല്ലേ? നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്, എഴുതിക്കോളൂ. if f and g are continuous functions then f composition g and g composition f also continuous. കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾജിബ്രയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ്, എഫ് മൈനസ് ജി കണ്ടിന്യൂസ്, എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ്, എഫ് ബൈ ജി കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ? അതിന് സമാനമായ ഒരു റിസൾട്ട് ആണ്. ഇഫ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് ദെൻ എഫ് കോമ്പോസിഷൻ ജി ആൻഡ് ജി കോമ്പോസിഷൻ എഫ് ആൾസോ കണ്ടിന്യൂസ്. ആ തിയറി യൂസ് ചെയ്തിട്ട് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. പലപ്പോഴും എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഷോ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു cos x square is continuous. എന്താണ്? ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്? ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനകത്ത് വേറൊരുത്തം കയറിയിരിക്കും അല്ലേ? എന്താണ്? കോസിൻ നമുക്കറിയാം ഒറിജിനൽ ഫംഗ്ഷൻ ഇവിടെ എന്താണ്? കോസ് എക്സ്, എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് ആര് കയറിയിരിക്കുന്നു? എക്സ് സ്ക്വയർ. അപ്പോൾ എന്താണ്? കോസ് ഓഫ് എക്സ് സ്ക്വയർ, ഒരു ഫംഗ്ഷനകത്ത് വേറൊരു ഫംഗ്ഷൻ. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ പറഞ്ഞ തിയറി നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഓക്കെ, സോ അതിനുവേണ്ടി ആദ്യം ഇതിനെ 2 ഫംഗ്ഷനാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഫംഗ്ഷൻ ജി ഓഫ് എക്സ് എന്നും രണ്ടാമത്തെ ഫംഗ്ഷൻ എച്ച് ഓഫ് എക്സ് എന്നും എഴുതുന്നു. കോസ് എക്സ് സ്ക്വയർ, ആ അകത്തിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ എച്ച് എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ എക്സ് സ്ക്വയറിന് ഞാൻ എന്താണ്? എച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞു. ഇനി അകത്തിരിക്കുന്നതിന് എക്സ് എന്ന് വിചാരിച്ചാൽ ഈ ഫംഗ്ഷൻ എന്തായി? കോസ് എക്സ്, അതാണ് നമ്മുടെ ജി. പിടിയിട്ടില്ലേ? കോസ് ഓഫ്, ഇവിടുത്തെ ഫംഗ്ഷൻ കോസ് ഓഫ് എക്സ് സ്ക്വയർ, കോസ് എക്സ് ഈസ് ദ ഒറിജിനൽ ഫംഗ്ഷൻ. therefore g ഈക്വൽ ടു കോസ് എക്സ്. അകത്തിരിക്കുന്നത് എന്താണോ അതിന് എച്ച് എന്ന് കൊടുക്കുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ക്ലിയർലി വി ഹാവ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ്. എന്തുകൊണ്ട്? കോസ് എക്സ് കണ്ടിന്യൂസ് അല്ലേ, അതുകൊണ്ട് ജി ഈസ് കണ്ടിന്യൂസ്. എക്സ് സ്ക്വയർ പോളിനോമിയൽ കണ്ടിന്യൂസ് അല്ലേ, കണ്ടിന്യൂസ് ആണ്. ക്ലിയർലി g of x and h of x are continuous. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലേ? വേണമെങ്കിൽ അറിയാം, എഴുതാം. എങ്ങനെ എഴുതാം? we have cos x is continuous, we have x square polynomial is continuous, therefore g and h are continuous. അതിന്റെ ആവശ്യമില്ല. clearly g of x and h of x are continuous. now g composition h കാണുക. ജി കോമ്പോസിഷൻ എച്ച് കാണുന്ന ഫോർമുല എന്താണ്? ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചു ഫസ്റ്റ് ചാപ്റ്ററിൽ, ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എന്താണ്? എച്ച് ഓഫ് എക്സ്. എച്ച് ഓഫ് എക്സ് എന്താണ്? എക്സ് സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ജി ഓഫ് എക്സ് സ്ക്വയർ. ജി ഓഫ് എക്സ് കോസ് എക്സ്, എക്സ് ഇരിക്കുന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കണം? ഇവനെ കൊടുത്താൽ മതി. സോ ജി ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? ജി കോമ്പോസിഷൻ എച്ച് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ എന്താണ്? എഫ് ഓഫ് എക്സ്. ജി കോമ്പോസിഷൻ എച്ച് എന്ത് തന്നെയാണ്? എഫ് ഓഫ് എക്സ്. വി ഹാവ് ഇഫ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് then ജി കോമ്പോസിഷൻ എച്ച് ഈസ് ആൾസോ കണ്ടിന്യൂസ്, ദാറ്റ് ഈസ് ജി കോമ്പോസിഷൻ എച്ച് ഈസ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അല്ലേ? നമുക്ക് എഴുതാം എന്താണ്? സിൻസ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ്, സിൻസ് g of x and h of x are continuous, g composition h is also continuous. therefore what is the conclusion? f of x is also continuous. f of x എന്താണ്? continuous. f of x എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ given question ആണ്. so given function cos x square is continuous. next question, show that
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ മോഡ് എക്സ് ഈസ് കണ്ടിന്യൂസ്. സൈൻ മോഡ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ പിടികിട്ടി. എന്താണ്? ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷന്റെ അകത്ത് വേറൊരാൾ കയറിയിരിക്കുന്നു. സൈനിന്റെ അകത്ത് മോഡ് എക്സ്, എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് മോഡ് എക്സ് കയറിയിരിക്കുന്നു. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. കോമ്പോസിറ്റ് ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? തന്നിട്ടുള്ളതിനെ രണ്ട് ഫംഗ്ഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ പറഞ്ഞു നേരത്തെ. സൈൻ ഓഫ് എക്സ്, എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് മോഡ് എക്സ്. സോ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? മോഡ് എക്സ്. ആ മോഡ് എക്സിന് എക്സ് എന്ന് വിചാരിച്ചാൽ എന്ത് കിട്ടും? സൈൻ എക്സ്. അതാണ് നമ്മുടെ ജി അല്ലേ? ഒറിജിനൽ ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ, അത് സൈൻ എക്സ് എന്ന് കൊടുത്തു. അകത്തിരിക്കുന്നത് മോഡ് എക്സ്, അത് എച്ച് എന്ന് കൊടുത്തു. കഴിഞ്ഞു. നമുക്കറിയാം സൈൻ എക്സ് കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. സോ ക്ലിയർലി ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ എന്താണ്? കണ്ടിന്യൂസ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ്. എന്താണ് ഫോർമുല? ജി കോമ്പോസിഷൻ എച്ച് കാണുന്ന ഫോർമുല ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ്. എന്താണ് എച്ച് ഓഫ് എക്സ്? മോഡ് എക്സ് ഈക്വൽ ടു എന്താണ്? ജി ഓഫ് മോഡ് എക്സ്. ജി ഓഫ് മോഡ് എക്സ് കാണാൻ ജിയിലേക്ക് വരിക. ജിയിൽ എക്സ് ഇരിക്കുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുക? മോഡ് എക്സ് കൊടുക്കുക. ജി എന്ന് പറഞ്ഞാൽ സൈൻ എക്സ്, എക്സ് ഇരിക്കുന്ന സ്ഥലത്ത് മോഡ് എക്സ്. അപ്പൊ എന്ത് കിട്ടി? സൈൻ മോഡ് എക്സ് എന്ന് കിട്ടി. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് ആണ്. ശരിയല്ലേ? നമുക്ക് എന്തറിയാം? ഇഫ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ് then ജി കോമ്പോസിഷൻ എച്ച് ഈസ് ആൾസോ കണ്ടിന്യൂസ്. ഹിയർ ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ്, therefore ജി കോമ്പോസിഷൻ എച്ചും കണ്ടിന്യൂസ്. ജി കോമ്പോസിഷൻ എച്ച് എന്ന് പറഞ്ഞാൽ ആരാണ്? എഫ് ഓഫ് എക്സ് ആണ്. therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. ഹെൻസ് എന്താണ്? സൈൻ മോഡ് എക്സ് ഈസ് ആൾസോ കണ്ടിന്യൂസ്. വളരെ സിമ്പിൾ അല്ലേ? ഒന്ന് നോക്കുക. ആ പ്രൊസീജിയർ ഭംഗിയായിട്ട് മനസ്സിലാക്കി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. One more question. Show that f of x equal to mod cos x is a continuous function. ഇതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. മോഡ് കോസ് എക്സ്, മോഡുലസിനകത്ത് കോസ് എക്സ് കയറിയിരിക്കുന്നു. സോ വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഇവിടുത്തെ ഒറിജിനൽ ഫംഗ്ഷൻ എന്താണ്? മോഡ് എക്സ് അല്ലേ? അകത്തിരിക്കുന്ന എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ മോഡ് എക്സ്. നമ്മൾ എന്താണ് എക്സ് എന്ന് വിചാരിച്ചത്? കോസ് എക്സ്. അതാണ് എച്ച് ഓഫ് എക്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഏത് രീതിയിൽ വേണോ ചിന്തിക്കാം. ഓക്കെ, നേരത്തെ ഞാൻ വേറെ രീതി ചിന്തിക്കാൻ പറഞ്ഞു, ഇവിടെ വേറെ രീതി. ഏതെങ്കിലും ഒരു രീതി ചിന്തിച്ചാൽ മതി. കഴിഞ്ഞു പ്രശ്നം. സോ ജി കിട്ടി, എച്ച് കിട്ടി. ജി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഫംഗ്ഷൻ വിച്ച് ഈസ് കണ്ടിന്യൂസ്. എച്ച് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് വിച്ച് ഈസ് ആൾസോ കണ്ടിന്യൂസ്. therefore ക്ലിയർലി ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ് ആർ എന്താണ്? കണ്ടിന്യൂസ് എന്ന് എഴുതാം. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി കോമ്പോസിഷൻ എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എന്താണ്? എച്ച് ഓഫ് എക്സ് കോസ് എക്സ് which is equal to g of cos x. g of x എന്ന് പറഞ്ഞാൽ മോഡ് എക്സ്. ഇവിടെ എക്സ് ഇരിക്കേണ്ട സ്ഥാനത്ത് എന്ത് കൊടുക്കണം? കോസ് എക്സ്. അപ്പൊ g of cos x എന്ന് പറഞ്ഞാൽ g of x ൽ എക്സ് ഇരിക്കുന്ന പ്ലേസിൽ ഇവനെ കൊടുക്കുക. സോ മോഡ് കോസ് എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് കോസ് എക്സ് എന്ന് ആരാണ്? എഫ് ഓഫ് എക്സ്. വീണ്ടും കഴിഞ്ഞ പ്രോബ്ലം പോലെ സിൻസ് ജി ആൻഡ് എച്ച് ആർ കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. therefore ജി കോമ്പോസിഷൻ എച്ച് ഈസ് ആൾസോ കണ്ടിന്യൂസ്. ജി കോമ്പോസിഷൻ എച്ച് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് എന്താണ്? മോഡ് കോസ് എക്സ്. therefore മോഡ് കോസ് എക്സ് ഈസ് എന്താണ്? കണ്ടിന്യൂസ്. സിമ്പിൾ അല്ലേ? സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ ചില വ്യത്യസ്തമായ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റിയാണ് നമ്മൾ പരിചയപ്പെട്ടത്. നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സംഗതിയുമായിട്ടാണ് വരുന്നത്. അതെന്താണെന്ന് അറിയണ്ടേ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് തന്നിരിക്കും എങ്കിൽ ആ ഫംഗ്ഷനിലെ ഒരു അൺനോണിന്റെ വാല്യൂ കണ്ടെത്തുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.